السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനുൽ ഇസ്ലാം യഥാവിധി പഠിക്കുകയും അത് ജീവിതത്തിൽ അമലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നബിദിനവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഈ വോയിസിലൂടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ, അവസാനത്തെ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള വാക്കാണ്. അൽയൗം, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം എന്താണ്? എൻ്റെ അനുഗ്രഹം ഇസ്ലാം എന്ന ദീൻ. എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിന് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ആയത്തെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് വ്യക്തമായി പൂർത്തീകരിച്ച് തന്ന മതമാണ് നമ്മുടെ ദീൻ ഇസ്ലാം എന്നത്. ഈ ആയത്തിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ജൂതനോട് പറയുകയുണ്ടായി, ഞങ്ങളുടെ ദീനുൽ ഇസ്ലാം, ഞങ്ങളുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് എന്തുവരെ പഠിപ്പിച്ചു നൽകി? ഞങ്ങൾ വിസർജനം ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ശുദ്ധിയാക്കണം വരെ ഞങ്ങളുടെ ദീനുൽ ഇസ്ലാം ഞങ്ങളോട് പഠിപ്പിക്കുന്നു എന്നാണ് പഠിപ്പിച്ചു നൽകിയത്. സുബ്ഹാനല്ലാഹ്. ദീനുൽ ഇസ്ലാമിൽ യാതൊരു പ്രവർത്തനങ്ങളും ഇബാദത്തിനും നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക തെളിവുകൾ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ ആഘോഷിക്കാൻ നിൽക്കുന്ന നബിദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ, ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് ന്യായങ്ങൾ അതിനോട് പറയാറുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹോദരങ്ങളെ, നബിദിനവുമായി ബന്ധപ്പെട്ട് ഖുർആനിലോ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ സഹാബാക്കളുടെ കൗലുകളിലോ ശ്രേഷ്ഠമായ 3 തലമുറയുടെ കൗലുകളിലോ ഒന്നും വ്യക്തമായി ഇല്ലെങ്കിൽ ഒരു പരാമർശം പോലും അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വിഷയത്തെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ ചെയ്യരുതെന്ന് പറയാനുണ്ടാകുന്ന ആദ്യത്തെ കാരണം ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് ഇതിന് ഏറ്റവും തെളിവ് പിടിക്കുന്നൊരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമല് നന്മയാണ് പറഞ്ഞുകൊണ്ട് ചെയ്താൽ അത് എങ്ങനെയുള്ളതായിരിക്കണം? ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, പ്രവർത്തിക്കാത്ത ഒരു പ്രവർത്തനം ദീനുൽ ഇസ്ലാമിൽ നന്മയെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. സഹോദരങ്ങളെ, നോക്കൂ, ദീനുൽ ഇസ്ലാമിൽ യാതൊരു ഇബാദത്തിനും വ്യക്തമായുള്ള തെളിവുകൾ ദീനുൽ ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് 3 സഹാബാക്കൾ വന്ന ആ സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു ഹദീസാണ്. ആ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുകയും അതിനുശേഷം അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവർ പറയുകയുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ ഫുള്ളായി നോമ്പ് നോക്കുകയെന്ന് ഒരാൾ പറയുകയുണ്ടായി. മറ്റൊരാൾ പറയുകയുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ രാത്രി ഉറങ്ങുകയില്ല, ഫുള്ളായി നമസ്കരിക്കുമെന്ന് പറയുകയുണ്ടായി. അടുത്തൊരാൾ പറയുകയുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിക്കുകയില്ല, ഫുൾ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുമെന്ന് പറയുകയുണ്ടായി. ഇന്ന വിഷയങ്ങളെല്ലാം പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സമയത്ത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിളിപ്പിക്കാൻ വേണ്ടി പറയുകയും ആ 3 സഹാബാക്കളെ വിളിപ്പിക്കുകയും അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. സഹാബ
അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവൻ ഞാനായിരിക്കുന്നു. ഏ ഞാൻ എങ്ങനെയുണ്ട്? നോമ്പ് നോൽക്കുന്നവനാണ്, നോമ്പ് നോൽക്കാത്ത ദിവസങ്ങൾ എന്നിലുണ്ട്. രാത്രി നമസ്കരിക്കുകയും ചെയ്യും, ഞാൻ ഉറങ്ങുകയും ചെയ്യും, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തിരിക്കെ അതിനെ മുന്തിക്കാനോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പ്രവർത്തിക്കാത്ത ഒരു വിഷയം നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വഹിനെയാണ് നമ്മൾ ചെയ്ത് കളവാക്കുന്നത്. വഹിയിലൂടെ ഓരോ ഇബാദത്തും പ്രവർത്തനങ്ങളും പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിക്കാതെ നൽകിയത് കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പറയാതെ ആ പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നു. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ആലോചിക്കുന്ന ഒരു വിഷയം, നമ്മൾ ഈ വിഷയം ചിലവരോട് പറയുമ്പോൾ അവർ പറയാറുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ആഘോഷിക്കുന്നത്. അതിന്റെ പേര് കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മദ്ഹ് പറഞ്ഞത് കൊണ്ടോ എന്താണ് പ്രശ്നമെന്ന് ചിലർ പറയാറുണ്ട്. സഹോദര, നീ ഇത് പറയുന്ന എൻ്റെ പ്രിയ സഹോദരൻ, നമ്മൾ ആലോചിക്കേണ്ടത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മേൽ സലാത്ത് എന്നത് നമ്മൾക്ക് ഈ ഒരു നിത്യജീവിതത്തിൽ ദിനം പ്രതി ഉണ്ടാകേണ്ട വിഷയത്തിൽ ഒന്നാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമാ പോലുള്ള ദിവസങ്ങളിൽ അത് വർദ്ധിക്കേണ്ട വിഷയവും കൂടിയാണ്. പക്ഷേ ഈ പള്ളികളിൽ നമ്മൾ കേൾക്കുന്ന ഈ മൗലൂദ് അതിന്റെ വരികളുടെ അർത്ഥം നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, ആ പള്ളികളിൽ ഓതുന്ന ആ മൗലൂദ് കിതാബിന്റെ അർത്ഥങ്ങളൊന്ന് നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന പ്രാർത്ഥന രീതികൾ അതിലുണ്ട്. ദുആഹുൽ ഇബാദ, പ്രാർത്ഥന എന്നത് ഒരു ഇബാദത്താണ്. അത് ആരോട് മാത്രമേ പറ്റൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പറ്റൂ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ചോദിക്കുന്ന തേട്ടങ്ങൾ പോലുള്ള ഒരുപാട് വിഷയങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് അത് ഒന്നാമത് പാടില്ല എന്ന് പറയുന്നത്. പിന്നെയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലൂദ്, ഈ ആഘോഷം, ഇതാര് പഠിപ്പിച്ചു നൽകി സഹോദര? ഒന്ന് നോക്കൂ. നമ്മളെക്കാളും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച ഒരു സമൂഹമാണ് സഹാബാക്കൾ, അല്ലെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു. ഇവരെല്ലാം നമ്മെക്കാളും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവന തുല്യം സ്നേഹിച്ച ആൾക്കാരാണ്, സഹാബാക്കളാണ് അവർ. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം വന്ന സമൂഹം, ഇവരാരും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് വ്യക്തമായി നമ്മൾ പറയുന്നു. വ്യക്തമായ തെളിവുകളുണ്ട് സഹോദരങ്ങളെ. നമ്മൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ജന്മദിനം ആഘോഷിക്കുക? അതിനുശേഷം വന്നവരല്ലേ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനുശേഷം വന്നവരും ആഘോഷിച്ചിട്ടില്ല. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ പ്രതിഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഇത് പ്രതിഫല അർഹമായുള്ള വിഷയമല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു കളവ് കെട്ടിച്ചമർപ്പിക്കുകയും പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു വിഷയം നമ്മൾ പ്രവർത്തിച്ച് ദീനുൽ ഇസ്ലാമിൽ കൂടുതൽ ചേർക്കുന്ന വിഷയം കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ബഹുമാനത്തോടു കൂടി പറയട്ടെ, ഈ ഒരു വിഷയത്തിൽ ദീനുൽ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി യാതൊരു തെളിവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശദമായ ഖുർആനിൽ പറയുന്നു, ഖുൽ കുൻതു ഹുബ്ബുനല്ലാഹ് ഫത്തബൂനി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാനാണ് പറയുന്നത്. സഹോദര, നമ്മൾ ആദ്യം സ്നേഹിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് തന്നെ ആകണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിപ്പിക്കാത്ത ഒരു വിഷയത്തെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു നന്മ കിട്ടാത്തൊരവസ്ഥയാവുകയും മറിച്ച് നമ്മൾക്ക് തിന്മയുടെ വക്താക്കളെ നമ്മൾ ആവുകയും ചെയ്യുന്ന ഒരവസ്ഥ എത്ര ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.